നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവര് വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും. രമേശ് പിഷാരടിയെ തടഞ്ഞ് BJP കൗൺസിലർ, സപ്പോർട്ടുമായി ശോഭാ സുരേന്ദ്രനും രംഗത്ത്. പ്രചരണത്തെ തടസ്സപ്പെടുത്തിയല്ലോ. ഞാൻ പറയാം, ഇത് കേരളമാണ്. കവിയൂരും കിളിരൂരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ കഷ്ടം തന്നെ. ഒരു എതിർ സ്ഥാനാർത്ഥിയെ പ്രചരണം നടത്താൻ പോലും സമ്മതിക്കാത്ത BJP കൗൺസിലർ, അതിന് കൂട്ടുപിടിച്ച് അണികളും. വടക്കന്തറ അമ്പലത്തിന് പുറകുവശത്തുള്ള ചെറിയൊരു ക്ഷേത്രത്തിലേക്ക് നടന്നു വരികയായിരുന്നു പിഷാരടി. അപ്പോഴാണ് നീല ചുരിദാറിട്ട സ്ത്രീ പെട്ടെന്ന് രോഷത്തോടെ തടഞ്ഞ് പ്രതികരിച്ചത്. ഇതുവഴി നിങ്ങൾ ആരെയും കടത്തിവിടില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. എന്നാൽ സ്ത്രീ ആയതുകൊണ്ട് തന്നെ പിഷാരടി കൂടുതലൊന്നും തർക്കിക്കാൻ പോയിട്ടില്ല. എന്തായാലും പാലക്കാട് ഇത്തവണ BJP സീറ്റ് ഉറപ്പിച്ചതാണ്. ഇനിയെങ്ങാനും രമേശ് പിഷാരടി ജയിച്ചാലുള്ള അവസ്ഥ. എന്നാൽ ഈ സംഭവത്തിനോട് പ്രതികരിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ BJPയുടെ അസഹിഷ്ണുതയുടെ രൂപം? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? രാഷ്ട്രീയത്തിൽ കോൺഗ്രസുകാർ ശത്രുക്കളാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പലരും ഇതിനെ ഗുണ്ടായിസം എന്ന് വിളിക്കുമ്പോഴും വളരെയധികം പക്വതയോടെയാണ് പിഷാരടി ഇതിനെ നേരിട്ടത്. രാഷ്ട്രീയം എന്തു തന്നെയായാലും ഒരാളോട് പെരുമാറേണ്ട മിനിമം മര്യാദ കാണിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടക്കം പറയുന്നത്. ഈ സംഭവത്തിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.